സൊഹറയിലെ ഞങ്ങളുടെ അവസാന ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും മേഘങ്ങൾ പൊതിഞ്ഞ മലനിരകളും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ആ യാത്രയിലെ ഏറ്റവും പ്രത്യേകമായ അനുഭവങ്ങളിലൊന്നാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മനുഷ്യൻ നിർമ്മിച്ചതല്ല, പ്രകൃതിയും മനുഷ്യനും ചേർന്ന് നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ച ഒരു അത്ഭുതം. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന മേഘാലയയുടെ അഭിമാനമായ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ. രാവിലെ ഏകദേശം 7:30യോടെയാണ് ഞങ്ങൾ സൊഹറയിലെ ഹോം സ്റ്റേയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ഇന്നത്തെ ലക്ഷ്യം ടൈർന ഗ്രാമം. അവിടെയാണ് ഈ പ്രശസ്ത ട്രെക്കിൻ്റെ തുടക്കം. സൊഹറയിൽ നിന്ന് ടൈർനിലേക്കുള്ള ഈ യാത്ര വളരെ ദൈർഘ്യമുള്ളതല്ല. പക്ഷേ ഓരോ വളവും ഓരോ കുന്നും ഓരോ മേഘവും ഈ യാത്രയെ ഓർമ്മകളാക്കുന്നവയാണ്. ഇവിടുത്തെ റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. മേഘാലയയുടെ യഥാർത്ഥ സൗന്ദര്യം ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വഴിയരികിലൂടെ കാണുന്ന പച്ചപ്പും മൂടൽമഞ്ഞും നിശബ്ദമായ ഗ്രാമങ്ങളും ചേർന്നാണ് ഈ നാടിൻ്റെ യഥാർത്ഥ ഭംഗി. രാവിലെ ആയതിനാൽ റോഡുകളിൽ വലിയ തിരക്കില്ല. തണുത്ത കാറ്റും മൂടൽമഞ്ഞും കൂട്ടായി ഓരോ കിലോമീറ്ററും ഒരു സിനിമാറ്റിക് അനുഭവം പോലെ തോന്നി. അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ ടൈർന ഗ്രാമത്തിലെത്തി. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകുന്ന എല്ലാവരും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ യഥാർത്ഥ യാത്ര ഇനി മാത്രമാണ് തുടങ്ങുന്നത്. 100 കണക്കിന് പടികൾ ഇറങ്ങി കാടുകൾക്കുള്ളിലൂടെ കിലോമീറ്ററുകൾ നടന്ന് പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അനുഭവം. ആ യാത്രയുടെ ഓരോ നിമിഷവും ഇനി നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാം. ട്രെക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് പാർക്കിങ്ങിന് സമീപമുള്ള ചെറിയ ഈ കാണുന്ന ഒരു ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. എന്തോ ആലോചിക്കുന്നത്? ട്രെക്ക് എങ്ങനെ ചെയ്യുന്നതാണോ? ഭയങ്കര മഴ. മേഘാലയ വന്നിട്ട് ഭയങ്കര മഴയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പറയുക. അങ്ങനെ ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. അതിനിടയിലാണ് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയത്. മേഘാലയയിൽ മഴ ഒരു തടസ്സമല്ല, ഈ നാടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് റെയിൻകോട്ട് ധരിച്ച് ഞങ്ങളും യാത്ര തുടർന്നു. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ പോകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രെക്ക് മുഴുവൻ ഇറക്കമാണ്. 100 കണക്കിന് പടികൾ, അല്ലെങ്കിൽ 1000 കണക്കിന് പടികൾ എന്ന് തന്നെ പറയാം. ഇടയ്ക്കിടയ്ക്ക് കുത്തനെയുള്ള വഴികൾ. പക്ഷേ ഓരോ ചുവടും നിങ്ങളെ പ്രകൃതിയുടെ കൂടുതൽ ആഴത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നടന്ന് തുടങ്ങിയത് മുതൽ തന്നെ ചുറ്റും കാണുന്നത് പച്ചപ്പ് മാത്രം. മഴത്തുള്ളികൾ ഇലകളിൽ വീഴുന്ന ശബ്ദം, തണുത്ത കാറ്റ്, മലമുകളിൽ നിന്ന് പതിയെ താഴേക്ക് ഒഴുകിയെത്തുന്ന മേഘങ്ങൾ, എല്ലാം ചേർന്ന് ഒരു സിനിമയിലെ രംഗം പോലെ തോന്നി. മേഘാലയയെ ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ എത്തുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ചില നിമിഷങ്ങളിൽ മേഘങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഒഴുകിപ്പോകും. ചിലപ്പോൾ നമ്മളെ മുഴുവനായി പൊതിഞ്ഞു മാറ്റും.
ഈ ട്രെക്കിലെ ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ദൂരം മാത്രമല്ല, ഇറങ്ങുന്ന ഓരോ പടിയും മടങ്ങി വരുമ്പോൾ അതേ പടികൾ വീണ്ടും കയറണമെന്ന ചിന്തയും കൂടിയാണ്. എന്നാൽ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലക്ഷ്യസ്ഥാനം മാത്രമല്ല, അതിലേക്കുള്ള ഓരോ ചുവടുമാണ്. ഓരോ വളവിലും പുതിയൊരു കാഴ്ച, ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താതെ മുന്നോട്ട് പോകാൻ തോന്നാത്ത ഭംഗി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകൾ, വിശ്രമിക്കാനുള്ള ഇടങ്ങളും കാണാം. വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്ന നാട്ടുകാർക്ക് ഈ വഴികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള യാത്രക്കാർക്കിത് മറക്കാനാകാത്ത ഒരു അനുഭവവും. ഇങ്ങനെ മലയുടെ അടിവാരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദത പോലും ഒരു പ്രത്യേക അനുഭവമാണ്. നഗരങ്ങളിലെ തിരക്കോ വാഹനങ്ങളുടെ ശബ്ദമോ ഒന്നുമില്ല. കേൾക്കുന്നത് മഴയുടെ സംഗീതവും പക്ഷികളുടെ വിളിയും മാത്രം. ലോകത്ത് പല പാലങ്ങളും മനുഷ്യൻ നിർമ്മിച്ചതാണ്. പക്ഷേ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ്. റബ്ബർ മരങ്ങളുടെ ജീവനുള്ള വേരുകൾ വർഷങ്ങളോളം വളർത്തിയും കൂട്ടിയിണക്കിയും തലമുറകളായി ഖാസി ഗോത്രവർഗക്കാർ നിർമ്മിച്ച പ്രകൃതിയുടെ അത്ഭുതം, അതാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഇതൊരു സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടല്ല. പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ മനുഷ്യൻ പഠിച്ച ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഒടുവിലേറെ നേരം നടന്നതിന് ശേഷം മരങ്ങൾക്കിടയിലൂടെ ആദ്യമായി ആ പാലത്തിൻ്റെ ഒരു രൂപം കണ്ണിൽ പതിഞ്ഞു. വീഡിയോകളിലും ചിത്രങ്ങളിലും എത്രയോ തവണ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം കണ്ണുകൊണ്ട് ആദ്യമായി കാണുന്ന ആ നിമിഷത്തിൻ്റെ അനുഭവം വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. മേഘാലയയുടെ ഹൃദയത്തിൽ പ്രകൃതി തന്നെ തീർത്ത ഈ അത്ഭുതത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെക്കിങ്ങിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സിംഗിൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു പാലം നമ്മുടെ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിനേക്കാളും കുറച്ചും കൂടി ലെങ്ത് ഉള്ളതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അത്രയധികം ആ ഒരു പാലത്ത് കുറേ ഇലകളും ഒക്കെ വളർന്ന് നിൽക്കുന്നത്, ഇതൊരു കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. മറ്റേത് ഭംഗി ഇല്ലെന്നല്ല, പക്ഷേ തീർച്ചയായിട്ടും കുറേ പേര് ഈ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്തിട്ട് മറ്റിടത്തേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ എഫേർട്ട് ഇട്ട് ഈ ഒരു ഇറക്കം ഇറങ്ങി കഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി തന്നെ ഇറങ്ങുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് കണ്ടിട്ട് തന്നെ വേണം നിങ്ങൾ നമ്മുടെ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് കാണാൻ പോകാനായിട്ടും. സിംഗിൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കണ്ടതിനു ശേഷം യാത്രയുടെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം ഇനി മാത്രമാണ് തുടങ്ങുന്നത്.
മഴ പൂർണ്ണമായും നിന്നിരുന്നു. ട്രെക്കിൻ്റെ തുടക്കത്തിൽ തണുപ്പായിരുന്ന കാലാവസ്ഥ ഇപ്പോൾ പൂർണ്ണമായും മാറി. തുടർച്ചയായി നടന്നതുകൊണ്ട് ശരീരം ചൂടായി തുടങ്ങി. റെയിൻകോട്ട് ധരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞങ്ങളും റെയിൻകോട്ട് അഴിച്ചു വെച്ച് വീണ്ടും യാത്ര തുടർന്നു. മേഘാലയയിലെ ഈ ട്രെക്കിംഗ് മനോഹരമാണ്, പക്ഷേ അതേസമയം അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതുമാണ്. ഇറക്കം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വലിയ പാറകൾ കയറിയും ഇറങ്ങിയും പ്രകൃതി തന്നെ ഒരുക്കിയ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്പസമയത്തിനു ശേഷം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ട്രെക്കിലെ ആദ്യത്തെ തൂക്കുപാലം. താഴെ ശക്തമായി ഒഴുകുന്ന നദി, മുകളിലൂടെ കാറ്റിൽ ചെറുതായി ആടുന്ന പാലം. ആദ്യമായി നടക്കുമ്പോൾ ചെറിയൊരു പേടി സ്വാഭാവികമാണ്. പക്ഷേ ആ പാലത്തിൻ്റെ നടുവിലെത്തുമ്പോൾ ചുറ്റുമുള്ള താഴ്വരയുടെ ഭംഗി ആ പേടിയെ മറക്കാൻ സഹായിക്കും. ഇവിടെ ഓരോ വളവും ഓരോ ചൂടും ശ്രദ്ധയോടെ എടുക്കണം. മഴ കഴിഞ്ഞതിനാൽ പല ഭാഗങ്ങളും വഴുക്കലുള്ളതായിരുന്നു. അങ്ങനെ എത്തിയത് രണ്ടാമത്തെ തൂക്കുപാലത്തിനരികിലേക്ക്. ഈ പാലം ആദ്യത്തിനേക്കാൾ നീളമുള്ളതായിരുന്നു. താഴെ ഒഴുകുന്ന പച്ച നിറമുള്ള വെള്ളം, ചുറ്റുമുള്ള മഴക്കാടുകളും. അതിനടിയിലൂടെ നടക്കുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും കണ്ണുകൾക്ക് മുന്നിൽ കാണുന്ന കാഴ്ചകൾ മനസ്സിനെ വീണ്ടും നിറച്ചു. മേഘാലയയിലെ ഈ ട്രെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കിലോമീറ്ററും പുതിയൊരു അനുഭവം നൽകുന്നു എന്നതാണ്. ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമായത് അതിലേക്കുള്ള യാത്ര തന്നെയാണ്. അയ്യോ വയ്യായോ വയ്യായോ വയ്യേ. എങ്ങനെയുണ്ട്? രണ്ട് പാലവും കടന്നതോടെ യാത്ര എളുപ്പമാകുമെന്ന് കരുതിയെങ്കിലും മുന്നിൽ ഇനിയും ഒരുപാട് ദൂരം ബാക്കിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് പാലങ്ങളും നമുക്ക് വീണ്ടും കാണാനായിട്ടൊക്കെ സാധിക്കും. അവിടെയുള്ള കാഴ്ചകളോ അതിമനോഹരവും. ഓരോ കിലോമീറ്ററും ശരീരത്തെ കൂടുതൽ പരീക്ഷിച്ചു. ഈർപ്പം നിറഞ്ഞ വായു കാരണം ശ്വാസം പോലും സാധാരണത്തേക്കാൾ ഭാരമായി തോന്നി. എന്നാൽ ഓരോ തവണ നിർത്തുമ്പോഴും ചുറ്റുമുള്ള കാഴ്ചകൾ വീണ്ടും മുന്നോട്ട് നടക്കാനുള്ള ഊർജം നൽകി. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനും ആയിരക്കണക്കിന് ചൂടുകൾക്കും ശേഷം മരങ്ങൾക്കിടയിലൂടെ പതിയെ ഒരു അത്ഭുതം തെളിഞ്ഞു തുടങ്ങി. ഒരൊറ്റ പാലമല്ല, പ്രകൃതി ജീവനോടെ വളർത്തിയ 2 നിലകളുള്ള ഒരു പാലം. ലോകത്തിൽ മറ്റെവിടെയും കാണാനാകാത്ത മേഘാലയയുടെ അഭിമാനമായ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഒടുവിൽ ഒരുപാട് മണിക്കൂറുകളുടെ നടത്തത്തിനും ക്ഷീണത്തിനും ശേഷം നമ്മൾ മേഘാലയയുടെ ഏറ്റവും പ്രശസ്തമായ അത്ഭുതങ്ങളിലൊന്നായ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിന് മുന്നിലെത്തി. ആദ്യമായി ഈ പാലം നേരിൽ കണ്ട നിമിഷം ഇതൊരു മനുഷ്യൻ നിർമ്മിച്ച പാലമല്ല എന്ന കാര്യം വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. റബ്ബർ മരങ്ങളുടെ ജീവനുള്ള വേരുകളെ പതിറ്റാണ്ടുകളോളം ദിശ മാറ്റി വളർത്തി പ്രകൃതിയെയും മനുഷ്യനെയും ക്ഷമയെയും ഒന്നിപ്പിച്ചാണ് ഖാസി ഗോത്രവർഗ്ഗക്കാർ ഈ പാലം നിർമ്മിച്ചത്. കോൺക്രീറ്റോ സ്റ്റീലോ യന്ത്രങ്ങളോ ഒന്നുമില്ല, പ്രകൃതി തന്നെയാണ് ഇവിടെ എഞ്ചിനീയർ.
ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വർഷങ്ങൾ കഴിയും തോറും ദുർബലമാകുന്നില്ല എന്നതാണ്. മറിച്ച് ഓരോ വർഷവും കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സുസ്ഥിരമായ പ്രകൃതി പാലങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. ഒറ്റ നിലയുള്ള പാലമല്ല, 2 നിലകളിലായി ജീവിക്കുന്ന വേരുകൾ ചേർന്നാണ് ഈ അത്ഭുതം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് എന്ന പേരിൽ ലഭിച്ചത്. പാലത്തിനരികിലൂടെ ഒഴുകുന്ന ഈ തെളിഞ്ഞ വെള്ളച്ചാട്ടവും പ്രകൃതിദത്ത കുളവും ഇത്രയും നേരത്തെ ട്രെക്കിൻ്റെ ക്ഷീണം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിക്കളഞ്ഞു. മണിക്കൂറുകളോളം നടന്നെത്തിയ ശേഷം ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെ ഇരുന്ന് വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കേട്ട് കുറച്ചു നേരം ചിലവഴിച്ചാൽ യാത്രയുടെ എല്ലാ ക്ഷീണവും പതിയെ ഇല്ലാതാകുന്നത് പോലെ തോന്നും. മേഘാലയയിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നായി ഈ നിമിഷം എന്നും മനസ്സിലുണ്ടാകും. പ്രകൃതി എത്ര ലളിതമായ രീതിയിൽ മനുഷ്യന് സന്തോഷം നൽകാൻ കഴിയുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. പല യാത്രികരും ഇവിടെ കുറച്ചു സമയം വിശ്രമിച്ച ശേഷം വീണ്ടും ട്രെക്ക് തുടരാറുണ്ട്. കാരണം ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ കൂടി നടന്നാൽ മറ്റൊരു അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നു. പ്രശസ്തമായ റെയിൻബോ ഫോൾസ്. സൂര്യപ്രകാശം ശരിയായ സമയത്ത് പതിക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ മഴവില്ല് രൂപപ്പെടുന്നതിലൂടെയാണ് ആ വെള്ളച്ചാട്ടത്തിന് ആ പേര് ലഭിച്ചത്. പക്ഷേ ആ ദിവസത്തെ മഴയും കാലാവസ്ഥയും ഇതിനോടകം പിന്നിട്ട കഠിനമായ ട്രെക്കിങ്ങും കണക്കിലെടുത്ത് ആ യാത്ര അടുത്ത തവണയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു ഞങ്ങൾ. ചില സ്ഥലങ്ങൾ എത്ര ഫോട്ടോകളിലും വീഡിയോകളിലും കണ്ടാലും നേരിൽ കാണുന്ന അനുഭവത്തിന് ഒരിക്കലും പകരമാകില്ല. ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് ഒരു പാലം മാത്രമല്ല, പ്രകൃതിയെയും സമയത്തെയും മനുഷ്യൻ്റെ ക്ഷമയെയും ബന്ധിപ്പിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ആ മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജിൻ്റെ ഭംഗി ഒന്നുകൂടി വ്യത്യസ്തമാണ്. പാലത്തിനടിയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ അരുവിയും അതിനു പിന്നിൽ പതിക്കുന്ന ചെറിയ വെള്ളച്ചാട്ടവും ചുറ്റും പച്ചപ്പിൽ മൂടിയ മഴക്കാടും ഒരു ചിത്രകാരൻ വരച്ച ഒരു പ്രകൃതി ചിത്രത്തിലേക്ക് നമ്മൾ നടന്നു കയറിയതുപോലുള്ള അനുഭവം. ഈ കാഴ്ചകൾ മനസ്സിൽ പതിപ്പിച്ച് കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ച ശേഷം മടങ്ങാനുള്ള സമയം എത്തി. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഷൂസ് എടുത്തണിഞ്ഞ്, കാരണം മുന്നിൽ ഇനിയും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇറങ്ങി വന്ന അതേ ആയിരക്കണക്കിന് പടികൾ ഇനി വീണ്ടും കയറി
ടയർന പാർക്കിംഗ് ഏരിയയിലേക്ക് മടങ്ങണം. യഥാർത്ഥ പരീക്ഷണം ഇനി മാത്രമാണ് തുടങ്ങുന്നത്. അങ്ങനെ തിരിച്ചുള്ള വേളകളിൽ നമുക്ക് ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ചിത്രശലഭങ്ങളെ ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ഇറങ്ങി വരുമ്പോൾ എളുപ്പമെന്ന് തോന്നിയ ഈ വഴിയാണ് ഇപ്പോൾ യഥാർത്ഥ വെല്ലുവിളിയായി മാറിയത്. ആദ്യത്തെ കുറച്ചു ദൂരം താരതമ്യേന സമതലമായ വഴികളും ചെറിയ ഇറക്കങ്ങളുമായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത മാത്രമായിരുന്നു. മുന്നിൽ വീണ്ടും ആ അനന്തമായി മുകളിലേക്ക് നീണ്ട് കിടക്കുന്ന കുത്തനെയുള്ള പടികൾ. ഓരോ പടി കയറുമ്പോഴും കാലുകൾക്ക് ഭാരം കൂടിക്കൊണ്ടിരുന്നു. ഈർപ്പവും നിറഞ്ഞ വായു, ശരീരത്തിൻ്റെ ക്ഷീണവും, തുടർച്ചയായ കയറ്റവും ഇതെല്ലാം ചേർന്നപ്പോൾ ഓരോ ചുവടും ഒരു പരീക്ഷണമായി മാറി. അതിനിടയിൽ പ്രകൃതിയുടെ ഇതുപോലുള്ള വളരെ ഭംഗിയുള്ള കാഴ്ചകളും. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ശ്വാസം പിടിക്കേണ്ടി വന്നു. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ മലകളിൽ ഒഴുകിയെത്തുന്ന മേഘങ്ങളും മഴക്കാടുകളുടെ നിശബ്ദതയും വീണ്ടും മുന്നോട്ട് നടക്കാനുള്ള ശക്തി തന്നു. ഈ ട്രെക്കിങ്ങിന് അവിടെ എത്താൻ നമ്മൾ നടത്തുന്ന പരിശ്രമവും ആ കാഴ്ചകൾ നേടാൻ ശരീരം ഏറ്റെടുക്കുന്ന വെല്ലുവിളിയും കൂടിയാണ് ഈ യാത്രയുടെ സൗന്ദര്യം. ഒന്നും എളുപ്പത്തിൽ ലഭിക്കില്ല എന്ന സത്യം ഈ ട്രെക്ക് ഓരോ പടിയിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുത്തനെയുള്ള അവസാന പടികളും പിന്നിട്ട് ഒടുവിൽ പാർക്കിംഗ് ഏരിയയ്ക്ക് അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് പ്രത്യേക ഒരു സന്തോഷവും ആഹ്ലാദവും തന്നെയായിരിക്കും. ആ നിമിഷം തോന്നിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. തിരിച്ചുള്ള വഴിയിലും സൊഹറ വീണ്ടും അതിൻ്റെ മറ്റൊരു മുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മലകളുടെ മുകളിലേക്ക് പതിയെ ഒഴുകിയെത്തുന്ന മേഘങ്ങൾ ഒരു നിമിഷം മുഴുവൻ മലനിരകളെയും വിഴുങ്ങി അടുത്ത നിമിഷം വീണ്ടും അതേ കാഴ്ച തിരിച്ചു തന്നു. പ്രകൃതി ഓരോ നിമിഷവും പുതിയൊരു ചിത്രം വരയ്ക്കുന്ന പോലെയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഇത്രയും നേരം നടന്ന ട്രെക്കിൻ്റെ ക്ഷീണമെല്ലാം എങ്ങോ ഇല്ലാതായതുപോലെ തോന്നി. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. അവിടെ ചിലവഴിക്കുന്ന സമയം ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനാണ് മാറ്റം വരുന്നത്. സൊഹറയും എനിക്ക് അങ്ങനെയൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മഴയെയും മേഘങ്ങളെയും വെള്ളച്ചാട്ടങ്ങളെയും പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും ഒരിക്കലും മറക്കാനാവാത്ത രീതിയിൽ ഈ നാട് ഞങ്ങൾക്ക് സമ്മാനിച്ചു. നാളെ രാവിലെ ഈ മനോഹരമായ നാടിനോട് താൽക്കാലികമായി വിട പറയേണ്ടി വരുമെന്ന ചിന്ത മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിരുന്നു. കാരണം ചില യാത്രകൾ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മടങ്ങുന്നതല്ല, മനസ്സിൻ്റെ ഒരു ഭാഗം അവിടെ തന്നെ വിട്ടിട്ടാണ് തിരികെ പോകുന്നത്. ഇന്നത്തേക്ക് നല്ലൊരു വിശ്രമം അനിവാര്യമാണ്. കാരണം നാളെ സൊഹറയിൽ നിന്ന് വീണ്ടും ഷില്ലോങ്ങിലേക്ക്, അവിടെ നിന്ന് ആസാമിലേക്ക്, ഗുവാഹത്തിയിലേക്കുള്ള മടക്കയാത്രയാണ്. പക്ഷേ മേഘാലയയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തിരിച്ചുള്ള യാത്രയിലും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇനിയും ചില മനോഹര നിമിഷങ്ങൾ ബാക്കിയുണ്ട്. ആ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.